നീലക്കോഴികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി കർഷകർ. ചാലക്കുടി കോട്ടാറ്റ് പാടശേഖരത്താണ് നീലക്കോഴികൾ കർഷകർക്ക് ദുരിതം വിതയ്ക്കുന്നത്. മാള വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ 21-22 തീയതികളിൽ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ നടക്കും. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കും. അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ മുന്നറിയിപ്പുമായി വനം വകുപ്പ്. കബാലി മദപ്പാടിലെന്ന് സ്ഥിരീകരിച്ചു. ആന റോഡിലിറങ്ങുന്നത് പതിവായതോടെയാണ് മുന്നറിയിപ്പ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. നീലക്കോഴികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി കർഷകർ. കോട്ടാറ്റ് പാടശേഖരത്താണ് നീലക്കോഴികൾ കർഷകർക്ക് ദുരിതം വിതയ്ക്കുന്നത്. ചാലക്കുടിയിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് കോട്ടാറ്റ് പാടശേഖരം. 200 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 100ഓളം കർഷകരാണ് നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഓട്ട് കമ്പനികൾക്കായി പാടശേഖരത്തിന്റെ നടുവിൽ നിന്നും കളിമണ്ണെടുത്ത വലിയ കുഴികളാണ് നീലക്കോഴികളുടെ താവളം. 100 കണക്കിന് നീലക്കോഴികളാണ് കൂടുകൂട്ടി ഈ കുഴികളിൽ ഉള്ളത്. ഞാറുനട്ട് ദിവസങ്ങൾ കഴിയും മുമ്പേ നീലക്കോഴികൾ കൂട്ടമായെത്തി ഞാറുകൾ നശിപ്പിക്കുകയാണ്. ഇതേ തുടർന്ന് ഭൂരിഭാഗം പാടങ്ങളിലും 4-5 തവണയാണ് ഞാർ നടുന്നത്. കതിരിടുന്ന സമയത്തും നീലക്കോഴികൾ കൂട്ടമായെത്തി നശിപ്പിക്കും. നെൽച്ചെടിയുടെ നീര് വലിച്ചു കുടിച്ച് നശിപ്പിക്കുന്നതാണ് രീതി. ലോണെടുത്തും കടമെടുത്തും കൃഷിയിറക്കുന്ന കർഷകരാണ് നീലക്കോഴികളുടെ ആക്രമണത്തെ തുടർന്ന് കടക്കണിയിലാകുന്നത്. പല കർഷകരും കൃഷി ഉപേക്ഷിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. നീലക്കോഴികളുടെ ആക്രമണത്തിന് പരിഹാരം കാണണമെന്ന കർഷകരുടെ ആവശ്യവും നഗരസഭ ചെവിക്കൊള്ളുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. നഗരസഭ അധികൃതരും കൈയൊഴിഞ്ഞതോടെ കർഷകർ പണം സ്വരൂപിച്ച് JCB ഉപയോഗിച്ച് നീലക്കോഴികളുടെ താവളമായ കുഴികൾ വൃത്തിയാക്കാനുള്ള നീക്കത്തിലാണ്. മീഡിയ ടൈം, ചാലക്കുടി. മാള വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ 21-22 തീയതികളിൽ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലും LP സ്കൂളിലുമായി നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 21 ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് VR സുനിൽകുമാർ MLA ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിക്കും. 22 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. AEO KK സുരേഷ് സമ്മാന വിതരണം നിർവഹിക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ US ജയലക്ഷ്മി, സജി പോൾസൺ, TS സുരേഷ് കുമാർ, സുറുമി നിസാർ, KJ സിജു, ജോഫി ജോസ് എന്നിവർ പങ്കെടുത്തു. ശാസ്ത്രമേള, ഗണിതശാസ്ത്രമേള, സാമൂഹ്യ ശാസ്ത്രമേള, IT മേള, പ്രവൃത്തി പരിചയമേള, ഇങ്ങനെ 3000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു വലിയ മേളയാണ് നടക്കുന്നത്. അതിൽ ആദ്യ ദിവസം പ്രവൃത്തി പരിചയമേളയും സോഷ്യൽ സയൻസ് മേളയും IT മേളയുമാണ് നടക്കുന്നത്. രണ്ടാം ദിവസം 22-ാം തീയതി മാത്സ്, സയൻസ്, IT ഈ മേളകളാണ് നടക്കുന്നത്. IT 2 ദിവസവും അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ടീച്ചർ സൂചിപ്പിച്ചതുപോലെ 3117 കുട്ടികളാണ് ആകെ പങ്കെടുക്കുന്നത്. LPയിൽ നിന്ന് 1105 കുട്ടികളും, UPയിൽ നിന്ന് 772 കുട്ടികളും, ഹൈസ്കൂളിൽ നിന്ന് 753 കുട്ടികളും, ഹയർ സെക്കൻഡറിയിൽ നിന്ന് 457 കുട്ടികളുമാണ് ഈ മേളയിൽ ആകെ പങ്കെടുക്കുന്നത്. അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ മുന്നറിയിപ്പുമായി വനം വകുപ്പ്. കബാലി മദപ്പാടിലെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ആന റോഡിലിറങ്ങുന്നത് പതിവായതോടെയാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം മലക്കപ്പാറ റോഡിൽ ആന വാഹനങ്ങൾക്കു നേരെ തിരിഞ്ഞിരുന്നു. ആനകളെ കാണുമ്പോൾ വാഹനങ്ങളിൽ നിന്നിറങ്ങി മൊബൈലിൽ പകർത്തുവാനും അവയെ പ്രകോപിപ്പിക്കാനും പലപ്പോഴും ശ്രമമുണ്ടാവാറുണ്ട്. ഇതുമൂലം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് പതിവാണ്. ആനത്താരയിൽ ഹോൺ ഉപയോഗം പാടില്ലെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും ഇതും പാലിക്കപ്പെടാറില്ല. മദപ്പാടുകാലത്ത് റോഡിലിറങ്ങി നിലയുറപ്പിക്കുന്ന സ്വഭാവക്കാരനാണ് കബാലി. മദപ്പാടു കഴിഞ്ഞാൽ കാടു കയറിപ്പോകും. ചേട്ടാ നമ്മുടെ ഇതായില്ലേ ബാക്കിൽ വന്നിടിച്ചിട്ട്
ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ വികസന രേഖകളും അതുപോലെ തന്നെ വികസനപരമായ നമുക്ക് പറയുന്നത് ഇന്ത്യയിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളാണ് രൂപപ്പെട്ടിരുന്നത്. ജാതീയപരമായിട്ടുള്ള അസമത്വം, സാമ്പത്തികമായിട്ടുള്ള അസമത്വം, ബ്രിട്ടീഷ് ആധിപത്യത്തിലുണ്ടായിട്ടുള്ള അസമത്വം എല്ലാം ആണ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക നയപരിപാടികൾക്ക് രൂപം കൊടുക്കുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടർ B.R. അംബേദ്കർ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിലുണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾക്ക് രൂപം കൊടുത്തിരുന്നത്. ഇതിലേറ്റവും അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹം എന്ന നിലയിൽ നിന്നുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസ്ന നിജാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രസന്ന അനിൽകുമാർ, അസ്മാ ബി ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജിയോ ഡേവിസ്, സിന്ധു ബാബു, ഷീല സജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KB ബിനോയ്, രജനി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പാവപ്പെട്ട കൊച്ചുമക്കളും പോഷകാഹാരങ്ങളും അമ്മയും അതുപോലെ തന്നെ മക്കളും ധരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ രാജ്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അക്ഷരമറിയാത്തവരുടെ നാട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ രാജ്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് വന്നത് എന്ന് ചോദ്യത്തിന് ഒറ്റത്തരവേ ഉള്ളൂ. മുതലാളിത്തപരമായിട്ടുള്ള സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടിയുള്ള ആധുനിക സാമ്പത്തിക രീതിയുടെ ഭാഗമായിട്ട് തന്നെയാണ്, പുത്തൻ മുതലാളിത്ത സംവിധാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യ രാജ്യം ഇത്തരത്തിലേക്ക് വന്നത് എന്നും പാവപ്പെട്ടവർ ഏറ്റവും അധികമുള്ള രാജ്യമായിട്ടും 10% വരുന്ന മുതലാളിമാര് കൈയടക്കി വെക്കുന്ന സമ്പത്ത് കൂടുതലായിട്ട് വരുന്നൊരു നാടായിട്ട് നമ്മുടെ രാജ്യം മാറ്റപ്പെട്ടത് ഇത്തരമൊരു സാമ്പത്തിക സ്ഥിതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യ രാജ്യമെന്ന് ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കാത്ത പേരുകൾ കൈയടക്കി വെക്കുന്ന രീതിയിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ ബിജു, സിനി ബെന്നി, നബീസത്ത് ജലീൽ, ജോസ് മാഞ്ഞൂരാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PA ഗീത, പഞ്ചായത്ത് അംഗങ്ങളായ ജിജു മാടപ്പള്ളി, KB രഘു, ജോർജ് നെല്ലിശ്ശേരി, ഉഷ ബാലൻ, സിന്ധു അശോക് എന്നിവർ പങ്കെടുത്തു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വികസനം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെയും ആ സംസ്ഥാനത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ഒക്കെ തന്നെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊരു സാമ്പത്തിക നയം കൂടിയാണ്. നമുക്കറിയാം, നാം 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ വികസന രേഖ തയ്യാറാക്കുമ്പോൾ, സാമ്പത്തിക നയങ്ങൾ തയ്യാറാക്കപ്പെടുമ്പോൾ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആദ്യം എടുത്ത് പരിശോധിച്ചത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ജനതയെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിത ദിലീപ്, പഞ്ചായത്ത് അംഗം C ധനുഷ് കുമാർ, VS രാജേഷ്, ശൈലജ സന്തോഷ്, AB ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുഴൂർ തുമ്പരശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ കുരുക്കഴിക്കുന്ന മാതാവിന്റെ തിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട രൂപത പ്രധാന വികാരി ജനറൽ ഫാദർ ജോസ് മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ച, വിശുദ്ധ കുർബാന, നൊവേന, ആരാധന, ജപമാല, പ്രദക്ഷിണം എന്നിവ നടന്നു.
ഇടവക വികാരി ഫാദർ ലിജോ മണിമലക്കുന്നിൽ നേതൃത്വം നൽകി. കൈക്കാരന്മാരായ ഷാജു ഡേവിസ് പള്ളിപ്പാടൻ, അനീഷ് കളപ്പറമ്പ്, ജോസ് പയ്യപ്പിള്ളി, തിരുനാൾ ജനറൽ കൺവീനർ ഷൈജു കൊടിയൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഒക്ടോബർ 19 ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ കൂടുതുറക്കൽ ശുശ്രൂഷയും തിരുനാൾ വിശുദ്ധ ബലിയും ഊട്ടുനേർച്ചയും നടക്കും. ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ പോളി കണ്ണുക്കാടൻ തിരുനാൾ ദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ട് ഉപയോഗിച്ച് 26 ലക്ഷം രൂപ ചിലവഴിച്ച് ടൈൽ വിരിച്ച് പണി പൂർത്തീകരിച്ച മാമ്പ്ര കുറ്റിച്ചിറ കടവ് പാറമട ലിങ്ക് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നേരത്തെ സിന്ധു സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി റോഡുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലേക്കും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് വിനോദിന്റെ നേതൃത്വത്തിൽ ഈ കാലയളവിൽ 5 വർഷക്കാലം പിന്നിടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും അഭിമാനത്തോടു കൂടി തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് കേരളത്തിൽ തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു പഞ്ചായത്താക്കി മാറ്റിയെടുക്കാൻ ഭരണസമിതിക്ക് വിനോദിന്റെ നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OC രവി, TK സതീശൻ, ഷിജ നസീർ, മോളി വർഗീസ്, MU കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വികസന മുന്നേറ്റ സദസ്സ് സംഘടിപ്പിച്ചു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും വികസന രേഖ പ്രകാശനവും പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഓപ്പൺ ഫോറത്തിന്റെ ഉദ്ഘാടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടെസി ഫ്രാൻസിസ്, VK മുകുന്ദൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ K സിദ്ദിഖ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർ തുടങ്ങിയവർ സംസാരിച്ചു. പഠന മികവിനോടൊപ്പം വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന നിശ്ചയദാർഢ്യവും അർപ്പണ മനോഭാവവും ഉണ്ടെങ്കിൽ ജീവിത വിജയം സുനിശ്ചിതമെന്ന് ജിജി തോംസൺ. MES അസ്മാബി കോളേജ് അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അലുമിനി അവാർഡ് ഡേയിൽ ഉന്നത വിജയികൾക്ക് സ്വർണ്ണ മെഡലുകൾ സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. 17 ബിരുദ പ്രോഗ്രാമുകളിലെയും 6 ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലെയും മികച്ച വിജയികൾക്ക് 23 സ്വർണ്ണ മെഡലുകളാണ് വിതരണം ചെയ്തത്. അസോസിയേഷൻ അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി എല്ലാ വർഷവും നൽകി വരുന്ന സ്കോളർഷിപ്പ് തുക MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ KP സുമേധൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ദ് C സദാനന്ദ്, അസോസിയേഷൻ ഭാരവാഹികൾ, സ്വർണ്ണ മെഡൽ സ്പോൺസർമാർ, മറ്റു സ്പോൺസർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊടുങ്ങല്ലൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള മാസ്റ്റർ പ്ലാൻ പുറത്തിറക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വികസിത കൊടുങ്ങല്ലൂരിനായി കോഫി വിത്ത് RC എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ മുഖാമുഖം പരിപാടി BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കമായി. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, സൗത്ത് ജില്ലാ ട്രഷറർ വിദ്യാസാഗർ, മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, അജയ് ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യവുമായി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച അവകാശ സംരക്ഷണ ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. ഫാദർ വർഗീസ് പാത്താടൻ, ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കൂനൻ, ഫാദർ ക്രിസ്റ്റി ചിറ്റേക്കര, കൺവീനർമാരായ വിൽസൺ മേച്ചേരി, ഡേവിസ് തെക്കിനിയത്ത് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ ജോസുകുട്ടി ഒഴുകയിൽ, രൂപത ഡയറക്ടർ ഫാദർ ലിജു മഞ്ഞപ്രക്കാരൻ, പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ, ടെൽസൺ കോട്ടോളി, ആന്റണി തൊമ്മാന, സുനിൽ ഡേവിഡ്,
ജോബി ആളുകാരൻ, ജോൺ തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമലയിലെ ഭഗവാന്റെ സ്വർണം കടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോറ്റുന്ന അവതാരങ്ങൾ ആരെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് ചാലക്കുടിയിൽ ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച നാമജപയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം അവതാരങ്ങളുടെ പിൻബലമില്ലാതെ ഒരു പോറ്റിമാർക്കും ശബരിമലയിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. മാറി മാറി ഭരിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും മറ്റു ഉദ്യോഗസ്ഥർമാർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ട്. ഭക്തന്മാർ വഴിപാടായി സമർപ്പിക്കുന്ന സാമഗ്രികൾ വഴിവിട്ട വഴികളിലൂടെ അടിച്ചു മാറ്റുകയാണ് ശബരിമലയിൽ ചെയ്തത്. കാക്കാൻ ഏൽപ്പിച്ചവർ കക്കാൻ കയറിയ കാഴ്ചയാണ് ശബരിമലയിൽ. ദേവസ്വം ബോർഡ് തന്നെ ഇതിന്റെ കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. കേസിൽ പ്രതിയാക്കപ്പെട്ട ദേവസ്വം ബോർഡിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അർഹതയില്ല. എത്രയും വേഗം രാജിവെക്കണമെന്നും കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നാമജപയാത്രയിൽ BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി MV രവി, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിമാരായ PN അശോകൻ, MB മധുസൂദനൻ, താലൂക്ക് അധ്യക്ഷൻ MVK മേനോൻ, ജനറൽ സെക്രട്ടറി സുഭാഷ് ആളൂർ, സജിത്ത് വൈപ്പിൻ, മഹിളാവേദി സംസ്ഥാന സമിതി അംഗം ഷൈന പുഷ്പൻ, സംഗീതജ്ഞൻ തുമ്പൂർ സുബ്രഹ്മണ്യൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. CI ജംഗ്ഷനിൽ സുരക്ഷിതമായി അടിപ്പാതയോ എലിവേറ്റഡ് ഹൈവേയോ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി 695 ദിവസമായി നടത്തുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണ CI ജംഗ്ഷനിൽ തുടരുകയാണ്. ഉത്തരവ് ഇറങ്ങുന്നതുവരെ സമരം തുടരുമെന്ന് കർമ്മസമിതി പ്രവർത്തകർ പറഞ്ഞു. CI ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മിക്കാൻ അനുമതിയായി എന്ന അവകാശവാദവുമായി BJPയും കോൺഗ്രസും രംഗത്തിറക്കിയിട്ടും രേഖാമൂലമുള്ള ഉറപ്പു കിട്ടിയാലേ സമരം അവസാനിപ്പിക്കുമെന്ന് കർമ്മസമിതി ഭാരവാഹികൾ പറഞ്ഞു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മനുഷ്യചങ്ങല, ചക്രസ്തംഭനം, പ്രതിഷേധ കൂട്ടായ്മ, സമരപ്പന്തലിൽ കഞ്ഞിവെപ്പ്, കൊടുങ്ങല്ലൂരമ്മയ്ക്ക് നാളികേരം ഉടയ്ക്കൽ, പിക്കറ്റിംഗ്, വഴിതടയൽ, ധർണകൾ, ഉപവാസം, വിളംബര ജാഥ, ഹർത്താൽ, അങ്ങനെ പല സമരമാർഗങ്ങളിലൂടെ 695 ദിവസം പിന്നിട്ടിട്ടും അടിപ്പാത അനുവദിച്ചതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും ദേശീയപാത അതോറിറ്റിയിൽ നിന്നോ ബന്ധപ്പെട്ടവരിൽ നിന്നോ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. ഇത്രയും നീണ്ടുപോയ ഒരു സമരം കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 700-ാം ദിവസം പൂർത്തിയാക്കുന്ന ഈ മാസം 23-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് അധികാരികളെ ഓർക്കുക 700 സഹന ദിനങ്ങൾ എന്ന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീലക്കോഴികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി കർഷകർ. ചാലക്കുടി കോട്ടാറ്റ് പാടശേഖരത്താണ് നീലക്കോഴികൾ കർഷകർക്ക് ദുരിതം വിതയ്ക്കുന്നത്. മാള വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ 21-22 തീയതികളിൽ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ നടക്കും. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കും. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ മുന്നറിയിപ്പുമായി വനം വകുപ്പ്. കബാലി മതപ്പാടിലെന്ന് സ്ഥിരീകരിച്ചു. ആന റോഡിലിറങ്ങുന്നത് പതിവായതോടെയാണ് മുന്നറിയിപ്പ്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.